കർത്താവായ യഹോവേ, അങ്ങയുടെ നാമം സർവഭൂമിയിലും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. സ്തോത്രം. സകല കാലത്തിനും മുമ്പേ പുത്രൻ മൂലം നമ്മെ ദത്തെടുത്ത പിതാവായ ദൈവത്തിന് സ്തോത്രം, സ്തുതി, മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ കൂടിവരവും അവിടത്തേക്ക് മഹത്വം വരുത്തുന്നതാകുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മെയും നമുക്കുള്ളവരെയും ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായി പരിപാലിക്കുന്നതിനായിട്ട് സ്തോത്രം. ശരീരത്തിന് നൽകുന്ന ആരോഗ്യത്തിന്, സമാധാനത്തിന് ഒക്കെയായി അവിടുത്തെ വാഴ്ത്തുന്നു. അന്നവസ്ത്രാദി നന്മകളൊക്കെ അളവ് കൂടാതെ തന്ന് ഇന്നയോളം നമ്മെ നടത്തിയല്ലോ. പിന്നെയും നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന, നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്ന, നമ്മുടെ അകൃത്യങ്ങളൊക്കെയും മോചിക്കുന്ന കർത്താവ് നമ്മെ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണ തോന്നി നടത്തട്ടെ. ഈ ഭൂമിയിലേക്കുള്ളത് എല്ലാം സമൃദ്ധമായി തരുന്നത് കൊണ്ട് മാത്രമല്ല, സ്തോത്രം, അവിടുത്തോടു കൂടെ നമ്മുടെ നിത്യത ചെലവഴിപ്പാനായി അവിടുന്ന് ഒരുക്കുന്ന ആ ഭവനത്തിലും ദാവീദ് പറയുന്നത് പോലെ എത്തിച്ചേരുവാൻ കർത്താവ് സഹായിക്കട്ടെ. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെ നമ്മെ പിന്തുടരും. എന്നാൽ അതുകൊണ്ട് തൃപ്തനായിരിക്കാനല്ല. താൻ പറയുന്നു, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കേണ്ടതിന് തന്നെ. അപ്പോൾ ദാവീദ് പറയുന്നതിൻ്റെ രത്നച്ചുരുക്കം, യഹോവ എൻ്റെ ഇടയനായിരിക്കുന്നത്, എനിക്ക് പച്ചയായ പുൽമേടുകളും സ്വസ്ഥതയുള്ള വെള്ളവും. സ്വസ്ഥതയുള്ള വെള്ളം എന്ന് പറയുന്നതിന് വളരെ അർത്ഥമുണ്ട്. ഈ ആടുകൾ ഭയങ്കര പേടിത്തൊണ്ടരാ. വെള്ളത്തിലെ ചെറിയ ഓളങ്ങൾ പോലും ഇവയെ ഭയപ്പെടുത്തും. അത് ഇടയനായിരുന്ന ദാവീദിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് സ്വച്ഛമായിരിക്കുന്ന, ഒട്ടും അനക്കമില്ലാതിരിക്കുന്ന വെള്ളത്തിലേക്കാണ് ആടുകളെ എത്തിക്കുക. ആ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലേക്ക്. ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ഒഴുകുന്ന വെള്ളത്തിലേക്കല്ല, സ്വസ്ഥമായിരിക്കുന്ന, എണ്ണ കൊണ്ട് അല്ലെങ്കിൽ തൈലം കൊണ്ട് തലയെ അഭിഷേകം ചെയ്യുന്നതും മേശയൊരുക്കുന്നതും ഇതെല്ലാം ഈ ഭൂമിയിൽ നന്മകൾ തന്ന് തൃപ്തരാക്കി നടത്താൻ വേണ്ടി അല്ല എന്നാണ് ദാവീദ് പറയുന്നത്. ഇതിൻ്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യം യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കേണ്ടത്, കർത്താവിനോട് കൂടെ നിത്യത ചിലവഴിക്കുക. അതാണ് അതിൻ്റെ അർത്ഥം. ആ ലക്ഷ്യത്തോടെ മുന്നേറുവാൻ ദൈവം നമുക്കും കൃപയേകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് നമ്മൾ പഠിച്ചു വരുന്ന തിരുവചന ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കുന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 12-ഉം 13-ഉം ഒന്നും കൂടെ നമുക്ക് വായിക്കാം. ഇന്ന് അവിടെ നിന്നും യാത്രയാകാം എന്ന് കരുതുന്നു. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും. സ്തോത്രം. സങ്കീർത്തനത്തിൽ നിന്നും യെശയ്യാ പ്രവചനത്തിൽ നിന്നുമുള്ള
3 ഉദ്ധരണികൾ കർത്താവായ യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഇവിടെ എബ്രായ ലേഖന കർത്താവ് ഉദ്ധരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച നമ്മൾ പഠിച്ച ഒരു കാര്യം, ദ ആന്റിഡോട്ട് അഗൈൻസ്റ്റ് ബാക്ക് സ്ലൈഡിങ്, പിന്മാറ്റത്തിന് ഉള്ള ഏറ്റവും നല്ല ചികിത്സ. എബ്രായ ലേഖനത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ കഴിയുന്നത് യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിവർത്തിക്കപ്പെട്ട വീണ്ടെടുപ്പിൻ മഹാപ്രവൃത്തിയെക്കുറിച്ചും ഉള്ള ആഴമായ ബോധ്യമാണ്, പഠനമാണ്. ദൈവവചനം നാം അതുകൊണ്ട് കൂടുതലായിട്ട് അഭ്യസിക്കണം. സ്തോത്രം. ദൈവവചനം കൂടുതൽ അഭ്യസിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നാം ഊന്നിപ്പറയുന്ന കാര്യം ദൈവത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച്, ത്രിയേക ദൈവത്തെക്കുറിച്ച് ഉള്ള ആഴത്തിലെ ബോധ്യമാണ്. സ്തോത്രം. അന്ന് ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടി ആവർത്തിക്കട്ടെ. നമുക്ക് നമ്മെപ്പറ്റി പറയുമ്പോഴല്ല ആനന്ദം അധികമുണ്ടാകേണ്ടത്, നമ്മുടെ ദൈവത്തെപ്പറ്റി കേൾക്കുമ്പോഴാണ്. സ്തോത്രം. കർത്താവിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള വാഞ്ച നമ്മുടെ അകത്ത് വളരെയായിട്ട് വർദ്ധിക്കണം. സ്തോത്രം. ദൈവപരിജ്ഞാനം എന്നുള്ളത് ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സ്തോത്രം. ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനവുമുണ്ട്, ദൈവപരിജ്ഞാനവുമുണ്ട്. സ്തോത്രം. ക്രിസ്തുവിനെ കുറിച്ചുള്ളതുമുണ്ട്, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനവുമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിൽ ഒരെണ്ണം കണ്ടിരുന്നു. ഫിലിപ്പി ലേഖനം 3:8 വാക്യത്തിൽ പൗലോസ് പറയുന്നു, അത്രയുമല്ല എന്ന് വെച്ചാൽ, അത്രയുമല്ല എന്ന് വെച്ചാൽ എനിക്ക് ലാഭമായിരുന്നു. അല്ല, അത്രയുമല്ല എന്ന് വെച്ചാൽ അല്പം കൂടെ ഉണ്ടെന്ന്. 7 വാക്യത്തിൽ നിന്നാണ് 8 വാക്യത്തിലെ അത്രയുമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 7 വാക്യത്തിൽ എന്താ പറയുന്നേ? Already gained. 7 വാക്യം, എനിക്ക് What he ലാഭമായിരുന്നു. gained. But whatever gain I had, I counted as loss for the sake of Christ. the things those were profitable unto me, I count them as a loss for the sake of Christ. അവിടെ കൊടുത്തിരിക്കുന്ന ടെൻസ്, കാലം ഏതാ? പാസ്റ്റ, കഴിഞ്ഞ കാലത്തിൽ ചെയ്തതാ. അതെന്ന് തുടങ്ങി? പൗലോസ് രക്ഷിക്കപ്പെട്ടപ്പോൾ മുതൽ. കർത്താവിനെ കണ്ടുമുട്ടിയ ആ നിമിഷം മുതൽ, ഫ്രം ദ വെരി മോമെന്റ് ഓഫ് ഹിസ് എൻകൗണ്ടർ വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവുമായുള്ള പൗലോസിന്റെ അഭിമുഖം തുടങ്ങിയ നേരം മുതൽ
പൗലോസ് ചെയ്തു വന്ന കാര്യമാണ് 7-ാം വാക്യം. ഫിലിപ്പിയർ 3:7 കേട്ടോ, ഫിലിപ്പീൻസ് 3:7. എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ക്രിസ്തു നിമിത്തം എനിക്ക് ലാഭമായിരുന്നതൊക്കെ ചെയ്തമെന്ന് എണ്ണി. ദാറ്റ്സ് എ ഡൺ ഡീൽ ഇൻ വേഴ്സ് 7. പക്ഷേ 8-ാം വാക്യത്തിൽ പറയുന്നു അത്രയുമല്ല. എന്ന് വെച്ചാൽ 10-30 വർഷത്തിനു മുമ്പ് ഞാൻ ഇങ്ങനെ ചെയ്തു എന്നല്ല, എന്ന് മാത്രമല്ല, കുറച്ചുകൂടെ ഉണ്ട്. ബാബുവെങ്കിൽ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ ഉണ്ട്. അതെന്തുവാ കുറച്ചുകൂടെ ഉള്ളത്? ഐ സ്റ്റിൽ. 8-ാം വാക്യത്തിൽ ഏത് ടെൻസാ, ഏത് കാലമാ 8-ാം വാക്യത്തിലേത്? ഇപ്പോഴും ഇപ്പോഴും. കണ്ടോ, പ്രസന്റ് കണ്ടിന്യൂസ്. ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്? ക്രിസ്തുവേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ. ഇറ്റ്സ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. അതേസമയം പത്രോസിന്റെ ലേഖനത്തിലേക്ക് വന്നാൽ 2 പത്രോസ് 2-ാമത്തെ അധ്യായം, അതിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ അതിൻ്റെ 20-ാമത്തെ വാക്യം നോക്കിക്കേ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. സ്തോത്രം. അതിന്റെ ആദ്യ ഭാഗമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം. പക്ഷെ പത്രോസ് ഒരു പടി കൂടെ കടന്ന പറയുന്നത്. എന്താ? Knowing our Lord Jesus Christ. യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം. ക്രിസ്തുവിനെ കുറിച്ചുള്ളതല്ല, ക്രിസ്തുവിനെ അറിയുന്നത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനം. ക്രിസ്തുവിന്റെ പരിജ്ഞാനം. സ്തോത്രം. വ്യത്യാസം മനസ്സിലായോ? ഇത് രണ്ടും നമുക്ക് വേണം. വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന്, പിന്മാറി പോകാതിരിക്കേണ്ടതിന്, പിന്മാറ്റക്കാരും മടങ്ങി വരേണ്ടതിന് ഇത് രണ്ടും നമുക്ക് വേണം. ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനവും ദൈവത്തിൻ്റെ പരിജ്ഞാനവും, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനവും, രണ്ടും നമുക്ക് കൂടിയേ തീരൂ. അപ്പോൾ ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ചുള്ള പഥ്യോപദേശം, ശരിയായ ഉപദേശം നമ്മെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുന്നതാണ്. നമ്മുടെ പിന്മാറ്റത്തെ ചികിത്സിക്കുന്നതാണ്. സ്തോത്രം. ചികിത്സിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. അപ്പോ എബ്രായ ലേഖനം ആ പുസ്തകം തന്നെ നമ്മെ പഠിപ്പിക്കുന്ന വലിയ ആത്മീയ സത്യമാണ് ഈ പറഞ്ഞത്.
അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ ഉദ്യമിക്കണം. അതിന് നാം ഉത്സാഹിക്കണം. സ്തോത്രം. ആ വെളിപ്പാട് നമുക്ക് തരേണ്ടതിനായി നാം കർത്താവിനോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. ഇനി പ്രാർത്ഥിക്കണമെന്ന് പോലും ഞാൻ പറയുന്നില്ല. പ്രാർത്ഥിക്കാതെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ ചെയ്താൽ മതി. അത് ചെയ്താൽ, കർത്താവെ, അങ്ങ് എനിക്ക് അങ്ങയെക്കുറിച്ചുള്ള വെളിപ്പാട് തരണേന്ന് പ്രാർത്ഥിക്കുക പോലും വേണ്ട. ബൈ ഡീഫോൾട്ട് കർത്താവ് തന്നെ നമുക്ക് തന്നെ വെളിപ്പെടുത്തി തരും. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. We need to have the desire We need to have, to not even without a desire, that will happen. വേണം നമുക്ക്, പക്ഷെ അതുപോലും ഇല്ലാതെ. Personal purity. ജോൺ 14:21, യോഹന്നാൻ 14:21. Whoever has my commandments and keeps them, he it is who loves me. And he who loves me will be loved by my Father, and I will love him and manifest myself to him. Praise God. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. Those who love me will abide by my word. Those who obey my commandments, abide by my word, my Father will love him. If my Father loves him, I will come to him and manifest myself to him. See, ഇവിടെ പ്രാർത്ഥന വേണ്ട. ഈവൻ ഒരു ഡിസയർ, ഒരു ആഗ്രഹം പോലും, അങ്ങനെ ഒരു കൊതി പോലും നമുക്ക് വേണ്ട. ഇതെല്ലാം ഉണ്ടാകും കേട്ടോ, ഇതെല്ലാം ഉണ്ടായിരിക്കും. പക്ഷെ എടുത്ത് ഇതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലാതെ തന്നെ, വേണ്ടെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടെന്നും ആഗ്രഹിക്കരുതെന്നും അല്ല കേട്ടോ. ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്തുണ്ടായാൽ മതി? നമ്മുടെ കർത്താവിനോട് സ്നേഹം തോന്നിയാൽ മതി. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, അല്ലെങ്കിൽ കൽപ്പനകൾ ആചരിക്കും. എൻ്റെ വചനം പ്രമാണിക്കുന്നവനെ, കൽപ്പനകൾ അനുസരിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞാൻ അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. Praise God. If we love the Lord, that's more than enough. More than enough. കർത്താവിനെ സ്നേഹിച്ചാൽ മതി. അതുകൊണ്ടാണ് നമ്മളിതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, കർത്താവ് ഇപ്പോഴും അന്വേഷിക്കുന്നത് സേവിതന്മാരെ അല്ല, സ്നേഹിതന്മാരെയാണെന്ന്. സ്തോത്രം. ക്രൈസ്റ്റ് ഈസ് സ്റ്റിൽ ഇൻ സെർച്ച് നോട്ട് ഓഫ് സെർവൻസ് ബട്ട് ഫ്രണ്ട്സ്. സേവിതന്മാരെ അല്ല കർത്താവിന് വേണ്ടത്. അവൻ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. 104 സങ്കീർത്തനത്തിൽ പറയുന്നു. കാറ്റും മഴയും ഹിമവും ആഴിയും
ആവിയും കൊടുങ്കാറ്റും എല്ലാം കർത്താവിനെ അനുസരിക്കും. അവയെല്ലാം കർത്താവിന് സേവ ചെയ്യുകയും ചെയ്യും. സ്തോത്രം. അതുകൊണ്ട് കർത്താവിന് സേവിതന്മാരെ കണ്ടെത്താനായിട്ടല്ല ദൈവം അന്വേഷിക്കുന്നത്. വേണം, കർത്താവിന് വേലക്കാരെ വേണം, അയക്കുന്നുണ്ട്. കർത്താവ് എടുക്കുന്നു, വിടുന്നു, അയക്കുന്നു. പക്ഷേ അവരെക്കാൾ കർത്താവ് ആഗ്രഹിക്കുന്നത് സ്നേഹിതന്മാരെയാണ്. കർത്താവിനെ സ്നേഹിക്കുന്നവർ, അക്ഷയമായി സ്നേഹിക്കുന്നവർ, കാര്യസത്യത്തിന് വേണ്ടിയല്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ കർത്താവ് തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. Christ himself will manifest to them. അപ്പൊ നമ്മൾ കർത്താവിനെ സ്നേഹിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. പക്ഷെ സ്നേഹിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല, അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല, കർത്താവിനെ സേവിക്കാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഇതാണ് രണ്ട് സംഗതികൾ. എന്തൊക്കെയാ? ദൈവത്തെ കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനവും ക്രിസ്തുവിൻ്റെ, യേശുവിൻ്റെ പരിജ്ഞാനവും. സ്തോത്രം. ഇത് രണ്ടും ഉള്ളവരായി നാം മാറണം. അത് കൂടുതൽ കൂടുതൽ നാം പ്രാപിക്കണം. നമ്മുടെ ഓരോ ബൈബിൾ വായനയും പ്രാർത്ഥനയും ഓരോ യോഗത്തിന് പോകുന്നതുമൊക്കെ നാം ഇത് മനസ്സിലാക്കുന്നതിന് കാരണമാകണം. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഒന്നുമില്ല എങ്കിൽ നമുക്ക് വായിച്ച വേദഭാഗങ്ങളിലേക്ക് പോകാം. എബ്രായർ 2:12-13 11, 12, 13 നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. അത് ഏതാണ്ട് ഒരേ വാക്യമാണ്, വാചകമാണ്. അവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം സഭാമധ്യേ, എക്ലേസിയ, സഭ, വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം. ലോകത്തിൽ നിന്ന് ദൈവം നമ്മെ തനിക്കായി വേർതിരിച്ചിരിക്കുകയാണ്. നമ്മൾ പല ആവർത്തി വായിച്ച പഠിച്ച ഭാഗമാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൻ്റെ 18ഉം 20ഉം ഒക്കെ വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 15 വേഴ്സസ് 18 ഫോളോയിങ്. അവിടെ നാം കാണുന്നുണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. അപ്പൊ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. And in that way we are the ecclesia. സഭ. സ്തോത്രം. എന്തിനാ കർത്താവ് ഈ സഭയെ ഇങ്ങനെ വാർത്തെടുക്കുന്നത്? What is the purpose of the Church of God? ദൈവസഭയുടെ ഉദ്ദേശം എന്താ? ആത്യന്തികമായ ഉദ്ദേശം എന്താ? തനിക്ക് തന്നെ മുൻനിർത്തേണ്ടത്. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ. അതിലൊന്ന് ഇതാണ്. എഫേസ്യർ 5:25, 26, 27 വാക്യങ്ങളിൽ അക്കാര്യം നമ്മൾ പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. തേജസ്സോടെ
കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാത്ത സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടത്. സ്തോത്രം. തേജസ്സോടെ സഭയെ മുൻനിർത്തുക. മറ്റൊന്നുണ്ട്, അത് ആത്യന്തികമായിട്ടുള്ളത്. ദാറ്റ് ഈസ് ദ ഫൈനൽ പർപ്പസ്, ദ അൾട്ടിമേറ്റ് പർപ്പസ്. എന്നാൽ an immediate purpose, ശുദ്ധിയും നിഷ്കളങ്കയുമായി നമ്മെ കർത്താവ് മുൻനിർത്തുന്നത്, തനിക്ക് തന്നെ മുൻനിർത്തുന്നത് കർത്താവിൻ്റെ വരവില്ല, ഭാവിയില്ല. പക്ഷെ ഇപ്പോൾ താൽക്കാലികമായ ഈ സമയത്ത് ദൈവസഭയെ കർത്താവ് വാർത്തെടുക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം. ദൈവത്തെ ആരാധിക്കേണ്ടതിന്, ദൈവത്തെ ആരാധിക്കേണ്ടതിന് അല്ല. ആരാധന എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗതി അല്ല. ഭൂമിയിൽ ദൈവത്തിന്റെ വേല നിവർത്തിക്കാൻ, വേല നിവർത്തിക്കാൻ, ഉദ്ദേശങ്ങൾ അതിലെ ആത്യന്തിക ഉദ്ദേശമാണ് നമുക്കറിയേണ്ടത്. ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിക്കാൻ, ശരിയാ. അതിൽ ആത്യന്തികമായ ഉദ്ദേശം എന്താ? Set apart for God. ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക. അതെല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ അതൊക്കെ ഇതിൻ്റെയൊക്കെ പിറകിൽ വരുന്ന കാര്യങ്ങളാണ്. നമ്മെ അവനോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്താൻ വേണ്ടി ശീലശ്രേഷ്ഠ പറഞ്ഞത് ഇങ്ങ് എത്തിയില്ല. ദൈവത്തിന്റെ പ്രതിനിധികളായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട്. Pastor, to establish the kingdom of God on earth. ഇതെല്ലാം പുറകെ വരുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായി to do his will, and what is that particular will for us? That is the question. അതെല്ലാം ഭാവിയിൽ, ഇപ്പോഴത്തെ കാര്യം നമുക്കൊന്ന് നോക്കാം. തേജസ്സിന്റെ പങ്കാളികളാക്കുക. അതെല്ലാം ഭാവിയിലേ ഉള്ളൂ തേജസ്സിന്റെ പങ്കാളികളാകുന്നത്. ഫലം കായ്ക്കാൻ നാം ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ വേണ്ടി മാത്രം. ഈവൻ ആ വിശുദ്ധ ജീവിതം നയിക്കുന്നതിൻ്റെ പോലും ഉദ്ദേശമാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത്. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ടു ബിക്കം, ടു മെയ്ക്ക് us എന്ന് വരും. ടു ബിക്കം, ടു മെയ്ക്ക് us. ഫലം കായ്ക്കുക എന്നൊക്കെ ഉള്ളതെല്ലാം അതിൻ്റെ പുറകിൽ വരുന്നതാ. നോക്കിക്കാട്ടെ, എഫേസ്യ ലേഖനം 2:20 മുതലേ വായിച്ചോളൂ. കർത്താവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റി. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽപ്പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരും. കണ്ടോ, രണ്ട് കാര്യങ്ങൾ, ഒരേ അർത്ഥത്തിലെ രണ്ട് കാര്യങ്ങൾ നമ്മെ ആക്കി തീർക്കേണ്ടതിന്, ടു മേക്ക് us that we may become, നാം ആയിത്തീരേണ്ടതിന്, നമ്മെ ആക്കി തീർക്കേണ്ടതിന് എന്ന ഉദ്ദേശം അവിടെ കണ്ടോ. ഒന്നാമത് വിശുദ്ധ മന്ദിരമായി പണിയുന്നു. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ ദൈവസഭയായ നമ്മെ ദൈവം പണിയുന്നു. എന്തിനു വേണ്ടിയാ?
നമ്മൾ വിശുദ്ധ മന്ദിരം ആകേണ്ടതിന്. ആ വിശുദ്ധ മന്ദിരം എന്തിനു വേണ്ടിയാ മന്ദിരം? ദൈവം വസിക്കാൻ. ദൈവം വസിക്കാൻ. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെയും അവന്റെ വിശുദ്ധ നിവാസമായി പണിതു വരുന്നു. ഭൂലോകമൊക്കെ പോകണം, സുവിശേഷം പറയണം, ഫലം കായ്ക്കണം, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യണം, ആരാധിക്കണം, ഇതെല്ലാം വരും. പക്ഷേ ഈ ലക്ഷ്യത്തിൻ്റെ പിറകിലേ വരുന്നുള്ളൂ ഇതെല്ലാം. ആദ്യം ദൈവം നമ്മെ ആക്കി തീർക്കുകയാണ്. ഇനീഷ്യലി ഗാഡ് മേക്സ് us something that we may become the very sanctuary of God, a holy temple of God, that the holy God indwell us. എത്ര ശ്രേഷ്ഠമാ! സ്തോത്രം. ഞാൻ വിവാഹം കഴിക്കുന്നത് എൻ്റെ വീട് വൃത്തിയാക്കാനോ ആഹാരം വെച്ച് തരാനോ ഒന്നുമല്ല. അതിന് ഒത്തിരി വേലക്കാരുണ്ട് എനിക്ക്. അവരിൽ ആരോട് പറഞ്ഞാലും ഈ കാര്യമെല്ലാം ചെയ്യും. അതിനെല്ലാത്തിനും ആളുണ്ട്. ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ആളുണ്ട്. ബാക്കി ഗാർഡനിങ്, ബ്രൂണിങ് ഒക്കെ നടത്താൻ ആളുണ്ട്. എൻ്റെ പശുവിനെയും ആടിനെയും എരുമയൊക്കെ നോക്കാൻ വേറെ ആളുണ്ട്. അതിന് പുല്ല് പറിക്കാനുള്ളവരുണ്ട്, തൊഴുത്ത് വൃത്തിയാക്കാനുള്ളവരുണ്ട്, പാല് കറക്കാനുള്ളവരുണ്ട്, പാല് കൊടുക്കാൻ, ഇതിനെല്ലാം ആളുണ്ട്. പക്ഷേ ഞാൻ കല്യാണം കഴിക്കുന്നത് ഇതിനൊന്നിനും വേണ്ടിയല്ല. സ്തോത്രം. ആ ഉദാഹരണം ഇവിടെ അത്ര അങ്ങോട്ട് ഫിറ്റ് ആകത്തില്ല. എന്നാലും നമുക്ക് ഉള്ളതിൽ സൂപ്പർലേറ്റീവ് ഇതേ ഉള്ളൂ. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വേല ചെയ്യാൻ മുമ്പേ പറഞ്ഞതുപോലെ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്ന കർത്താവ് കാറ്റിനോട് കൽപ്പിക്കുന്നു. യോനയോടുള്ള ബന്ധത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നും. കർത്താവ് ഈ യോനായോട് ആവുന്നതൊക്കെ പറഞ്ഞിട്ട് ഇവൻ കേൾക്കുന്നില്ല. അപ്പോഴാ എനിക്ക് തോന്നുന്നു എൻ്റെ കൂട്ടുള്ള തലയായിരുന്നായിരിക്കും ഇനി. അതുകൊണ്ട് കുറെ കൂടെ വെയിലങ്ങ് ഏറ്റു. അത്രയ്ക്കും ചൂട്, വെയില് തലയിലടിച്ചെന്ന. അപ്പോഴാണ് ഒരു ആവണക്കിനോട് കൽപ്പിക്കുന്നത്. രായിക്ക് രാമാനം അത് കിളിർത്തു വന്നു, അവന് തണൽ കൊടുത്തു. തൊട്ടടുത്ത ദിവസം പുഴുവിനോട് കൽപ്പിക്കുന്നു. നോക്കണേ, പ്രകൃതിയോട് കൽപ്പിച്ചപ്പോൾ, ചെടിയോട് കൽപ്പിച്ചപ്പോൾ, പുഴുവിനോട് കൽപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അവയെല്ലാം ചെയ്തു. ചെയ്യാതിരുന്നത് പ്രവാചകനേ ഉള്ളൂ. ചത്താലും ചെയ്യത്തില്ലെന്ന് അവൻ പറഞ്ഞേ. ആത്മഹത്യ ചെയ്താലും വേണ്ടില്ല, ദൈവത്തെ അനുസരിക്കത്തില്ലെന്നായിരുന്നു അവൻ്റെ വാദം. പക്ഷേ കർത്താവിന് വേണ്ടത് ഇങ്ങനെ വേല ചെയ്യുന്നവരെ അല്ല. പകരം അവന് വസിപ്പാൻ കഴിയുന്ന നിവാസങ്ങളായി തീരാൻ, ആലയങ്ങളായി മാറാൻ, വിശുദ്ധ മന്ദിരമായി തീരാൻ ഇന്നും കർത്താവ് ചിലരെ അന്വേഷിക്കുക. നമ്മെ വ്യക്തിപരമായി, നമ്മുടെ ശരീരം, നമ്മിൽ നമ്മുടെ കർത്താവ് വസിക്കാൻ ആഗ്രഹിക്കുന്നു. സഭയായും നമ്മിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലോ, ഇന്ന് ലോകത്തിൽ
2 ദേവാലയങ്ങളാണുള്ളത്. 2 ദേവാലയങ്ങൾ. ഒന്ന്, നാം വ്യക്തിപരമായി നമ്മുടെ ശരീരമെന്ന ദേവാലയം. 1 കൊരിന്ത്യർ 6:19 നാം അത് കാണുന്നു. ദൈവത്തിൻ്റെ ദാനമായി 1 Corinthians 6:19. നിങ്ങളിൽ ആ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. ആ സ്തോത്രം. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായ നമ്മുടെ ശരീരം. അപ്പോൾ നമ്മുടെ ശരീരം എന്ന ഒരു ദേവാലയം. രണ്ടാമത്തെ ദേവാലയം ഈ ഒന്നാമത്തെ ദേവാലയങ്ങളുടെ കൂട്ടമായ ദൈവസഭയാണ്. അതേ പുസ്തകം 1 കൊരിന്ത്യർ 3:16 3:16 1 Corinthians. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? സ്തോത്രം. അവിടെ പറയുന്ന നിങ്ങൾ ബഹുവചനമാ. അത് ദൈവസഭയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ 2 ഒന്നാണെന്ന് തോന്നുന്നു. അല്ല, 2 2. 6:19 പറയുന്നത്, 1 കൊരിന്ത്യർ 6:19 പറയുന്നത് നമ്മുടെ ശരീരം വ്യക്തിപരമായി ഓരോ ക്രിസ്തു ഭക്തനും ദൈവത്തിൻ്റെ ആലയങ്ങൾ. 3:16 പറയുന്നത് ബഹുവചന പ്രയോഗമാണ്. അത് ദൈവസഭയെക്കുറിച്ചാണ്. എന്നിട്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഈ 2 ആലയങ്ങളാണ് ഇന്ന് ലോകത്തിലുള്ളത്. വ്യക്തിപരമായി നമ്മുടെ ശരീരം എന്ന ആലയവും സാമൂഹികമായി അല്ലെങ്കിൽ കൂട്ടമായി ദൈവസഭ എന്ന ആലയവും. ഇപ്പൊ ദൈവത്തിന് വസിക്കാനായിട്ടാണ് ദൈവം സഭയെ വാർത്തെടുക്കുന്നത്. അങ്ങനെ ദൈവം നമ്മിൽ വസിക്കുന്ന അളവിൽ നാം ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരവും ദൈവത്തിൻ്റെ വിശുദ്ധ നിവാസവുമായി തീർന്നാൽ നമ്മെക്കൊണ്ട് കർത്താവ് പലതും ചെയ്യിക്കും. ദൈവത്തിൻ്റെ പല ഇഷ്ടങ്ങൾ നമ്മിലൂടെ കർത്താവ് നിവർത്തിക്കും. നമ്മളെ അയക്കും, നമ്മളോട് കൽപ്പിക്കും, നമ്മളെ കൊണ്ട് പലതും കർത്താവ് ചെയ്യിക്കും. പക്ഷേ ആത്യന്തികമായി നമ്മൾ കർത്താവിൻ്റെ നിവാസമായി തീരുക. ദിസ് ഈസ് ദ പർപ്പസ്, ദ കീ പർപ്പസ്. നമ്മൾ എബ്രായർ 2:12-13 നിന്ന് സഭാമധ്യേ എന്ന സഭ എന്ന പ്രയോഗം ഒന്ന് എടുത്ത് അതൊന്ന് പഠിച്ചു എന്നേ ഉള്ളൂ. വിഷയം നമ്മൾ വിട്ടുപോയിട്ടില്ല. എബ്രായർ 2:12-13 വാക്യങ്ങളിൽ തന്നെ നിൽക്കുകയാണ്. സഭ, എക്ലേസിയ. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങൾ? അപ്പോൾ ഈ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം സഭയെ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത്, പണിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിനെ എവിടെയാ കാണുന്നത്? നമ്മൾ അറിയുന്നത് പോലെ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ക്രിസ്തുവിൻ്റെ ആ വിവരണമൊക്കെ വെളിപ്പാട് 1:13 മുതൽ നമുക്ക് അറിയാമല്ലോ. നമ്മൾ ഓരോന്നോരോന്നെടുത്ത് പഠിച്ചതുമാണ്. തലയും തലമുടിയും വെളുത്ത് പഞ്ഞി പോലെ, കണ്ണ് നിജ്വാലയ്ക്കൊത്തത്,
വലങ്കയിൽ 7 നക്ഷത്രങ്ങൾ, ഉലയിൽ ഭൂമിയിൽ ഉലയിൽ ഉരുക്കി പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ പാദങ്ങൾ, മുഖം സൂര്യനെ പോലെ, ഇരുവായ്ത്തലയുള്ള വാൾ വായിൽ നിന്ന് പുറപ്പെടുന്നു. ഇങ്ങനെയുള്ള ഈ യേശു കർത്താവിനെ നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? 7 നിലവിളക്കുകളുടെ നടുവിൽ. സ്തോത്രം. നമുക്കറിയാം 7 നിലവിളക്കിന്റെ അർത്ഥം സഭ. 7 സഭകൾ. അപ്പോൾ ക്രിസ്തു സഭയുടെ നടുവിൽ. സ്തോത്രം. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ചർച്ച്. യെസ്. പക്ഷേ ലവോദിക്യ സഭയിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്രശ്നവും നമുക്കറിയാം. വെളിപ്പാട് 3:20 നമ്മൾ കാണുന്നു, ക്രൈസ്റ്റ് ഈസ് ഔട്ട്സൈഡ്. 7 നിലവിളക്കുകളുടെ നടുവിൽ, ദൈവസഭകളുടെ നടുവിൽ തേജോമയനായി, സ്വതന്ത്രനായി, കർത്താവായി വിരാജിച്ച യേശു പക്ഷേ വെളിപ്പാട് 3:20 വരുമ്പോൾ സഭയ്ക്ക് പുറത്തായി. സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാ. സഭയുടെ ഏറ്റവും വലിയ നഷ്ടവും അതാ. സ്തോത്രം. നമുക്ക് കൺവെൻഷൻ ഗ്രൗണ്ട് ഇല്ലാത്തതോ, ഇപ്പം തൃശ്ശൂർ എവിടെയോ പണിത ഒരു കത്തോലിക്ക ദേവാലയത്തിൽ അവർ പണിത ഒരു സെല്ലിനെ കുറിച്ച് നിങ്ങൾ പേപ്പറിൽ വായിച്ചു കാണും. ഞാൻ പേപ്പറിൽ വായിക്കുകയുണ്ടായി. അതുപോലത്തെ ഒരു ശവക്കല്ലറ വേറെ ഇല്ല. ആ ശവക്കല്ലറ കണ്ണണക്കെ ചിലർക്ക് തോന്നി ഇനിയൊന്നും മരിച്ചാലാ സുഖമെന്ന്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള സെല്ലുകൾ. അതുപോലെയുള്ള സെല്ലുകളോ ശവപ്പറമ്പോ സെമിത്തേരിയോ ഒന്നും നമുക്കില്ലെങ്കിലും ഇതൊന്നും അല്ല ചർച്ചിന്റെ പ്രശ്നം. നമ്മൾ ഇന്ന് ചർച്ചിന്റെ മറ്റു പല പ്രശ്നങ്ങളും കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും അവിടെ ഇവിടെയൊക്കെ ഒത്തിരി പേര് റീച്ച് കിട്ടാനും പിന്നെ യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ പണം കിട്ടാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് ചർച്ച ചെയ്യാറുണ്ട്. ചിലർ തന്നെ ഇരുന്നുകൊണ്ട് പറയും, ചിലരാണെങ്കിൽ ഇന്റർവ്യൂ നടത്തും. എല്ലാം അങ്ങ് വല്ലാത്ത ലവോദിക്യ സഭയോട് പറയുന്നത് പോലെ നിന്നെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതിരിക്കേണ്ടതിന്. ഇന്നതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ പരിപാടികളിലൂടെ ദൈവസഭയുടെ നഗ്നതയുടെ ലജ്ജ വെളിവാകുക. ഇതാണ് അതിൻ്റെ അർത്ഥം. As Christ warned the Laodicean church, because of all these problems, the church is ridiculed, put to shame. The innermost shameful secrets are exposed. But still the church is shameless. നമ്മളിതൊക്കെ കാണുന്നുള്ളൂ. But the key reason for all these issues, Christ, is outside the church. സഭ ഇന്ന് ക്രിസ്തുരഹിതയായി തീർന്നിരിക്കുന്നു. കാനവച്ചൻ പറയാറുണ്ടായിരുന്നത് പോലെ ഇന്ന് കൂട് മാത്രമേ ഉള്ളൂ, തത്തയില്ല. കൂട് മാത്രമേ ഉള്ളൂ, തത്തക്കൂടെ. തത്തയില്ല അതിനകത്ത്. സ്തോത്രം.
അപ്പോൾ ദൈവം തൻ്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്നത് പ്രാഥമികമായി നാം ദൈവത്തിൻ്റെ ആലയമാകേണ്ടതിന്, കർത്താവ് നമ്മിൽ വസിക്കേണ്ടതിന്. സ്തോത്രം. പട്ടിണിയായാലും പരിവട്ടമായാലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, നമ്മിൽ വസിക്കുന്നെങ്കിൽ അത് മതി. അതാണ് ഏറ്റവും പ്രധാനം. ഒത്തിരി നാൾ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇന്നും കൂടെ ആവർത്തിച്ചോട്ടെ, ഈ വിഷയം വന്നതുകൊണ്ട്. പഴയവർക്ക് ഇത് ആവർത്തനമാണ്, ആവർത്തന വിരസത തോന്നിയേക്കാം, ക്ഷമിക്കുക. The very distinguishing factor of the people of God, ദൈവജനത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷത എന്തെന്ന് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഓർമ്മയുണ്ടോ? തെറ്റിയാലും സാരമില്ല, ഒന്ന് കൂടെ വന്നാൽ മതി. presence of God. ഓഫ് കോഴ്സ്, പ്രസൻസ് ഓഫ് ഗാഡ്. എക്സോഡസ് 33:16, പുറപ്പാട് 33:16 മോശ ദൈവത്തോട് പറയുന്ന കാര്യമാണ്. 15 വാക്യം നമ്മളൊക്കെ സ്ഥാനത്തും അസ്ഥാനത്തും ഉദ്ധരിക്കാറുണ്ട്. നമ്മൾ ഒരു യാത്ര പോകാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ലാസ്റ്റ് ഇറങ്ങുക, വണ്ടിയും വന്ന് മുമ്പിൽ നിൽപ്പുണ്ട്. അപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, മോശ പ്രാർത്ഥിച്ചതുപോലെ നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ എന്നെ അയക്കല്ലേ. അന്നേരം കർത്താവ് പറയാം, മോനെ, ഞാൻ നിൻ്റെ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ക്യാൻസൽ ചെയ്യുമോ? ചെയ്യത്തില്ല. നമ്മൾ ഒരു സ്റ്റീരിയോ ടൈപ്പ് പ്രെയർ നമ്മളത് പഠിച്ചു വെച്ചിരിക്കുക. ആ 15 വാക്യം നമുക്കറിയാം. പക്ഷെ നമ്മൾ പറയുന്നത് പോലെ ആയിരുന്നില്ല മോശ ദൈവത്തോട് പറഞ്ഞത്. ഞങ്ങൾ പോകത്തില്ല, കനാന്താണ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഇവിടം മതി. അപ്പോഴാണ് കർത്താവിനോട് മോശ പറയുന്നത്, എന്നോടും എന്ന് പറഞ്ഞാൽ മോശയോടും നിന്റെ ജനത്തോടും ഇസ്രായേലിനോടും അവിടുത്തേക്ക് ദയയുണ്ടെന്ന് ഞങ്ങൾ ഏതൊന്നിനാൽ അറിയും. എങ്ങനെ അറിയാം? ചോദ്യമായി തന്നെ മോശ ദൈവത്തോട് പറയുന്നു. എങ്ങനെ അറിയാം? ദൈവം നമ്മളോട് കൂടെ പോരുന്നതിനാൽ. സ്തോത്രം. നീ ഞങ്ങളോടുകൂടെ കൂടെ പോരുന്നു. പോരുന്നതിനാലല്ലയോ. അങ്ങനെ വായിച്ചു കൊടുത്തവർ, അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും. കണ്ടോ വിശേഷത? ദൈവജനത്തിന്റെ വിശേഷത, ഏറ്റവും വലിയ വിശേഷത ഇതാ, ദൈവം നമ്മോടുകൂടെ പോരുന്നു. ഈവൻ ദ വെരി ഡിസ്റ്റിങ്ക്യൂഷിംഗ് ഫാക്ടർ ഓഫ് ഹെവൻ ആൻഡ് ഹെൽ, സ്വർഗനരകങ്ങളെ തമ്മിലും വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇത് തന്നെയാ. സ്തോത്രം. ഇത് തന്നെയാ. നമ്മളങ്ങ് സ്വർഗത്തിൽ ചെന്നാൽ അവിടെയും എന്താ സംഭവിക്കാൻ പോന്നേ? വെളിപ്പാട് 21:3 കൂടെ മനപ്പാഠമാണെങ്കിലും ഒന്ന് വായിച്ചു വിട്ടാട്ടെ. റെവലേഷൻ 21:3. ഞാൻ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. സ്തോത്രം. നിത്യതയുടെയും ആത്യന്തികത ഇത് തന്നെ. The people of God become the very നിവാസസ്ഥലം, temple, dwelling place of God. God will dwell among them. സ്തോത്രം. സഭ ബാക്കിയുള്ളതെല്ലാം ഇതിൻ്റെ പുറകെ വരുന്നതാണ്.
ഇത് നടക്കുന്നില്ലെങ്കിൽ ബാക്കിയുള്ളത് എന്തൊക്കെ ചെയ്താലും ദൈവത്തിന് സ്വീകാര്യമല്ല. സ്തോത്രം. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു അപ്പച്ചൻ്റെ കാര്യം ഓർമ്മ കാണുമല്ലോ നിങ്ങൾക്ക്. അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഒരു ശകലം ഈശാപൂശ ഉണ്ടാകുന്ന അന്ന് രാത്രി അത്താഴം ഉണ്ണാൻ ചോറ് വിളമ്പി വെച്ച് അപ്പച്ചനെ വിളിച്ചാൽ വരത്തില്ല. ഓർമ്മ വരുന്നുണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് അപ്പച്ചൻ്റെ ഡയലോഗ്. നിന്റെ കറുത്ത മോന്തെ വെളുത്ത ചോറും എനിക്ക് വേണ്ട. അപ്പം കർത്താവിന് നിവാസസ്ഥാനമായി വസിക്കാൻ സഭ ഒരുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ആ സഭയുടെ ഒരു ശുശ്രൂഷയും ഒരു സേവനവും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ട. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭകളിൽ ഈ വ്യക്തിപരമായി കൊച്ചു സഭകളൊക്കെ ആണെങ്കിൽ ഇന്നും നമ്മുടെ ഇടയിൽ കേരളത്തിലൊക്കെ എൻ്റെ അറിവനുസരിച്ച് വലിയ ചർച്ച ആയാലും കൊച്ചു ചർച്ച ആയാലും ദശാംശം മുഴുവനും പാസ്റ്റർക്കാം. അതുകൊണ്ട് വലിയ സഭകൾ കിട്ടാൻ വേണ്ടിയിട്ട് പലരും പല രീതികളും അവലംബിക്കുന്നത്. എന്നാൽ ഇവിടെയൊക്കെ കൊച്ചു സഭകളൊക്കെ ആണെങ്കിലേ ഉള്ളൂ ദശാംശം മുഴുവനും പാസ്റ്റർക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ശമ്പള വ്യവസ്ഥിതിയാണ്. ഞാൻ ശുശ്രൂഷിച്ച സഭകളിൽ ഏതാണ്ട് 50-50 ആയിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നൊരു സ്ഥിതി. ഇപ്പോൾ ദശാംശം പാസ്റ്റർക്ക് കൊടുക്കുന്ന സഭകൾ, വിശ്വാസികളുള്ള സഭകൾ, ചിലർ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ വിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്നത് വരെ നിങ്ങളുടെ ഭൗതിക നന്മ എനിക്ക് വേണ്ട. ഞാൻ ഏറ്റവും ആദ്യം ശുശ്രൂഷിച്ച സഭ മുതൽ ഞാനത് ചെയ്തു വരുന്നു. അവിടെ അന്ന് എനിക്ക് ജീവിക്കാനുള്ള മാർഗം ഇല്ല. എന്നിട്ടുകൂടെ ഞാൻ അങ്ങനത്തെ തീരുമാനത്തിലേക്ക് എത്തി. സഭയിൽ അത് ഞാൻ നടപ്പിലാക്കി. ഇന്നും അങ്ങനെ തന്നെയാണ്. ഈവൻ ശമ്പളം തരുന്ന സഭക്കാരോട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചില സഭയിൽ ശുശ്രൂഷിച്ചപ്പോൾ അവർ ദശാംശവും സ്തോത്രകാഴ്ചയും സഭയുടെ ഫണ്ടിലേക്ക് വന്നിട്ട് സഭയിൽ നിന്ന് ഒരു നന്മ ഉപദേശിക്ക് കൊടുക്കുക. പക്ഷേ സഭ മൊത്തമായ രീതിയിൽ, സഭയിലെ ഓരോ അംഗവും എന്ന നിലയിലല്ല, സെക്രട്ടറിയും ട്രഷററും പിന്നെ കമ്മിറ്റിക്കാരും ഒക്കെ കൂടെ ചേർന്ന ഒരു ഭരണസമിതി ഉണ്ടല്ലോ, ആ ഭരണസമിതി മൊത്തമായിട്ട് തിരുവെഴുത്തിൻ്റെ വ്യവസ്ഥകളിൽ നിന്നും മാറിപ്പോയതായി കണ്ടപ്പോൾ അവർ തരുന്ന നന്മകൾ ഞാൻ വേണ്ടെന്ന് വെച്ചു. അപ്പം അപൂർണനായ പാപം വസിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണെങ്കിൽ, എന്നെപ്പോലെ അനേകം വിശുദ്ധന്മാരുണ്ട്, അവരുടെ കാഴ്ചപ്പാട് എങ്ങനെയാണെങ്കിൽ, പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവത്തിൻ്റെ നിലപാട് ഇതിനേക്കാൾ എത്രയോ തീവ്രമായിരിക്കും, എത്രയോ തീവ്രമായിരിക്കും. ചിലർ ചില വീടുകളിൽ പോയാൽ വെള്ളം കുടിക്കാറില്ല, മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ചായയും കാപ്പിയും നിങ്ങളുടെ എന്താണ് പറയുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സും
സ്നാക്സും ആഹാരവും ഒന്നുമല്ല എനിക്ക് വേണ്ടത്. ഇതൊക്കെ ഞാൻ പരിഗ്രഹിക്കാം. ആദ്യം നിങ്ങൾ കർത്താവിന് കൊള്ളാവുന്നവരായിട്ടൊന്ന് മാറുക. സ്തോത്രം. കർത്താവിന് കൊള്ളാകുന്നവരായിട്ടൊന്ന് തീരൂ. അപ്പോൾ അങ്ങനെയല്ലാത്തവരുടെ ഒന്നും നമുക്ക് വേണ്ട എന്ന ഒരവസ്ഥയിലാണെങ്കിൽ ദൈവം എത്രയധികമായിട്ടായിരിക്കും അങ്ങനെ കാണുന്നത്. രത്നച്ചുരുക്കം, നമുക്ക് ദൈവത്തിന് വസിക്കാൻ കഴിയുന്ന ആലയം ആയ വ്യക്തികളും സഭകളുമായിട്ട് മാറാം. സഭാമധ്യേ എന്ന സഭ എന്നതിൽ നിന്നാണ് നാം ഇതുവരെ പഠിച്ചത്, 12-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സ്തോത്രം. 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, യേശുക്രിസ്തു പറയുന്നു, ഞാൻ നിങ്കൽ ആശ്രയിക്കും. അതേപ്പറ്റി നമ്മൾ കണ്ടല്ലോ. എന്നിട്ട് പറയുന്നു, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. സ്തോത്രം. അവിടെ നമ്മൾ കണ്ടു, യേശുക്രിസ്തു നാമുമായിട്ടുള്ള ഒരു പുതിയ ബന്ധം, പിതൃപുത്ര ബന്ധം എന്ന നിലയിൽ. അതിന് യെശയ്യാവ് പറയുന്ന കാര്യവും നമ്മൾ കേട്ടു. യേശുവിന് കൊടുത്തിരിക്കുന്ന പേര് നിത്യപിതാവ്, എവർലാസ്റ്റിംഗ് ഫാദർ. ഇവിടെ നിന്നും അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, the Christian disciples, the true saints are God the Father's gift to Jesus Christ. ദൈവസഭ പിതാവായ ദൈവം പുത്രന് ദാനമായി കൊടുത്തവരാണ്. We are the Father's gift to the Son. സ്തോത്രം. നമ്മളെ പിതാവായ ദൈവം പുത്രനായ യേശുവിന് ദാനം ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. ദാനം ചെയ്തിരിക്കുകയാണ്. ജോൺ ചാപ്റ്റർ 6, യോഹന്നാൻ 6-ാം അധ്യായം 39-40 വാക്യങ്ങൾ. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. സ്തോത്രം. ഇതേ കാര്യം ഇവിടെ പറയുന്നു. നമ്മെ എല്ലാവരെയും പിതാവ് പുത്രന്റെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. യെശയ്യാ 53:10 നിന്നും കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണല്ലോ. കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു സഹിച്ച കഷ്ടപ്പാടുകളാൽ അവിടുന്ന് നമുക്ക് ജന്മം നൽകി. അങ്ങനെ നാം ക്രിസ്തുവിന് ജനിച്ചു, ദൈവത്തിൻ്റെ മക്കൾ ആയിട്ട്. ദൈവം നമ്മെ പുത്രന് ദാനമായിട്ട് നൽകി. അതിൽ ഒന്നുപോലും നശിച്ചു പോകാതെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. സ്തോത്രം. ഇവിടെ നമുക്ക് വളരെ സന്തോഷം തരുന്ന ഒരു ഘടകമുണ്ട്. നമുക്കറിയാം,
എബ്രായ സഭ ഈ പ്രത്യേക സമയത്ത് പെർസിക്യൂഷൻ, ഉപദ്രവങ്ങളിൽ, പീഡകളിലൂടെ കടന്നു പോവുകയാണ്. യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തുവിലേക്ക് വന്ന യഹൂദ ക്രിസ്ത്യാനികൾ യഹൂദന്മാർക്കിടയിലും റോമക്കാർക്കിടയിലും ഒറ്റപ്പടിയിൽ അനുഭവിക്കുകയാണ്. ശാരീരിക മാനസിക പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. സാമ്പത്തിക ഞെരുക്കം അവരനുഭവിക്കുന്നു. 10ാമത്തെ അധ്യായത്തിൽ നമുക്കറിയാം, സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചവരായിരുന്നു അവരെന്ന്. അങ്ങനെ മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി ഒക്കെ പീഡിപ്പിക്കപ്പെട്ട ഒരു വിശ്വാസ സമൂഹമായിരുന്നു ഈ യഹൂദ ക്രിസ്ത്യാനികൾ. അവർക്കൊക്കെ ഭയങ്കര ആശ്വാസം നൽകുന്ന വചനങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ യേശുവും നമ്മെപ്പോലെ താണവനായി വന്നെന്ന്. സ്തോത്രം. യേശു മരണം ആസ്വദിച്ചെന്ന്, അനുഭവിച്ചെന്ന്, കഷ്ടാനുഭവങ്ങളിലൂടെ പോയെന്ന്. അതുമാത്രമോ, അവനെ ഇപ്പം നമ്മൾ എങ്ങനെ കാണുന്നു? മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി. മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി. ആ മഹത്വവും ബഹുമാനവും അണിഞ്ഞ കർത്താവ് നമ്മെ തന്നെപ്പോലെ നാമും മഹത്വവും ബഹുമാനവും അണിഞ്ഞവരായി, തേജസ്സുള്ളവരായി തീരാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തൊരാനന്ദം! ഇപ്പോഴത്തെ പീഡകളെ മറക്കാൻ ഇത് പോരെ? അതും പോരെന്ന് വെച്ചിട്ട് അതിനിപ്പോൾ അങ്ങ് ചെല്ലുമ്പോഴെങ്ങാണോ അല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് ഇനി എത്ര നാൾ വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് അടുത്തത് പറയുന്നത്, അയ്യോ, നിങ്ങൾക്കും യേശുക്രിസ്തുവിനും പിതാവ് ഒരുത്തൻ, യേശുക്രിസ്തുവിനോട് നിങ്ങൾ സഹോദരന്മാർ. നിങ്ങളെ യേശുക്രിസ്തുവിന് പിതാവ് ദാനം ചെയ്തിരിക്കുന്നു. Identifying themselves with Christ, the glorious Redeemer. അവർക്കത് മതിയായിരുന്നു. അവരുടെ വേദനകൾ മറക്കാൻ, പീഡകൾ മറക്കാൻ. സ്തോത്രം. ഏറെ സന്തോഷകരമായ, വളരെ അഭിമാനകരമായ ഒരവസ്ഥ. എന്നിട്ടാണ് ദൈവം നമ്മെ പുത്രന് ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നതോ, നഷ്ടപ്പെടുമോ? TK സാമുവൽ സാർ പാടിയതുപോലെ, കരുത്തനാം അവൻ കരത്തിനാൽ എന്നെ പിടിച്ചിരിക്കുക, അവൻ്റെ കരങ്ങളിൽ നിന്നും പിടിച്ച് വേർപിരിക്കുവാൻ ഒരുത്തനും കഴിയുകയില്ല. സ്തോത്രം. കരുത്തനാം അവൻ കരത്തിനാൽ പിടിച്ചിരിക്കയാൽ ഒരുത്തനും പിടിച്ചു വേർപെടുത്തുവാൻ കഴിഞ്ഞിട. അതാണ് യേശു കർത്താവ് യോഹന്നാൻ 6 പറഞ്ഞത്. എപ്പോൾ വരെ? ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച്, എബ്രായർ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തോടുകൂടെ ചേർത്ത് ഞാൻ അങ്ങ് പറയുക, ഒടുക്കത്തെ നാളിൽ അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് യേശുക്രിസ്തു തന്നോട് സമരാക്കി തന്നോട് കൂടെ നിർത്തുന്നതുവരെ നാം നഷ്ടപ്പെടുവാൻ അനുവദിക്കത്തില്ല. എന്തെല്ലാം രോഗങ്ങളും പീഡകളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ വരട്ടെ, നാം വീണുപോകാതെ. സ്തോത്രം.
നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായ ക്രിസ്തുവിനോട് പറ്റി നിൽപ്പാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.